ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാനും മിത്തും ജിജും കൂടിയും വർക്കിന് വേണ്ടി ബാംഗ്ലൂർ പോവാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ബാംഗ്ലൂർ പോകണേ. അപ്പൊ അതിന് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായി പോയി. അപ്പൊ ബാക്കി വീഡിയോ കാണാം. വർക്കിന്റെ 2 ദിവസം മുമ്പാട്ടോ നമ്മൾ പോകുന്നത്. ബാംഗ്ലൂരിലേക്ക് ഒരു ടൂർ പോലെ പോവാന്ന് കരുതിയിട്ടാട്ടോ നമ്മൾ നേരത്തെ പോയത്. വയനാട് എത്തിയപ്പോ നമ്മളൊരു കടയിൽ ഇറങ്ങി ചായ ഒക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പാൽ കേക്ക്. നമ്മൾ കുറച്ച് പാൽ കേക്കും കുറച്ച് തേനലിക്കൊക്കെ വാങ്ങി. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നുള്ളത് ശരിയാട്ടോ. ഇവിടുത്തെ ചായയും അടിപൊളിയായിരുന്നു. നമ്മൾ പോയപ്പോ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാട്ടോ പോയത്. അപ്പൊ കുറെ മാനുകളെയും ആനകളെയൊക്കെ കണ്ടു. ഈ ഫോറസ്റ്റിലൂടെയുള്ള വഴികളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത്താനോട് ഞാൻ ആദ്യം പറയലുണ്ട് കേട്ടോ, ബാംഗ്ലൂരൊക്കെ വർക്ക് കിട്ടുകയാണെങ്കിൽ എന്നെ തന്നെ അസിസ്റ്റന്റ് ആയി കൊണ്ടുപോകണമെന്ന്. എനിക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടാണോ? അങ്ങനെ ഇതാ നമ്മൾ പോരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി ചോറൊക്കെ കഴിച്ചു. ഒരു ആവറേജ് ഫുഡ് ആയിരുന്നു കേട്ടോ ഇവിടുത്തത്. കർണാടകയിൽ നിന്ന് എത്തിയാൽ പിന്നെ നമ്മൾ അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. നമ്മളാണെങ്കിൽ അറിയാതെ ഇവിടുന്ന് മീൻ ഓർഡർ ചെയ്ത് പെട്ടു. ഭാഗ്യത്തിന് നമ്മളൊരു ഓംലെറ്റ് കൂടെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ ഇതാ കുറെ പാറക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഒരു ഈവനിങ് ആയപ്പോഴൊക്കെ കേട്ടോ നമ്മൾ ബാംഗ്ലൂർ റൂമിലെത്തിയത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഇത്തിൻ ചീജു ആദ്യമേ പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. റൂമിലെത്തിയതിനു ശേഷം നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. എന്നിട്ട് നേരെ സ്ട്രീറ്റിലേക്ക് പോയി. ഇത്താക്ക് കുറച്ച് റെന്റൽ ഓർണമെന്റ്സ് ഒക്കെ നോക്കാനായിരുന്നു കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ പോയത്. നമ്മൾ ഡോട്ടാപേട്ട മാർക്കറ്റിലും രാജാ മാർക്കറ്റിലൊക്കെ പോയി. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. അവിടുന്ന് കുറച്ചു നേരം പർച്ചേസിങ്ങിനൊക്കെ ശേഷം നമ്മൾ ഡൽഹി സ്വീറ്റ്സിൽ പോയിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു. നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ മിൽക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കും കുറച്ച് വാങ്ങിച്ചു. എനിക്കും വിത്താക്കും പപ്പക്കും ഒക്കെ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് സ്വീറ്റ്സ് ഫുഡ് ആണോ സ്പൈസി ഫുഡ് ആണോ ഇഷ്ടം? കമന്റ് ചെയ്യണേ. പിന്നെ നമ്മൾ അവിടുത്തെ കാലാജാമുനും ലഡു ഒക്കെ ട്രൈ ചെയ്തു. എല്ലാതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ഒരു ആപ്പ് വഴി ഓട്ടോക്ക് ബുക്ക് ചെയ്തിട്ടാട്ടോ നമ്മൾ എല്ലായിടത്തേക്കും പോയത്. ഇവിടുന്ന് നമ്മൾ പോയത് നേരെ ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. ഇത് നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആട്ടോ. ഇവിടുന്ന് നമ്മൾ ഇത്താന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശരണ്യെ കൂടി മീറ്റ് ചെയ്തു. രാത്രി നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയത് MC കഫേക്കാണ്. ബാംഗ്ലൂർ പോവാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് MC കഫേയിൽ പോയിട്ട് ബർഗർ കഴിക്കണം എന്ന്. അവിടുത്തെ ഈ ബർഗർ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. ഇവിടുത്തെ ബർഗറിന്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ചീസാണ്. അവരിത് ഫ്രൈ ചെയ്തിട്ടാട്ടോ സെർവ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ഹോട്ടലിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇവിടുന്ന് ഞാൻ കൂടുതലും കഴിച്ചത് ബ്രെഡും ബട്ടറും ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതിന്റെ 5 മിനിറ്റ് മുമ്പാട്ടോ നമ്മൾ എണീറ്റത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോയി ഫുഡ് കഴിച്ചു. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഒരുങ്ങി നമ്മൾ നേരെ വർക്കിന്റെ സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴി ഒരു മാളിലും കൂടി കയറി സിനിമ കണ്ടിട്ടാട്ടോ നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ബാസ്കിൻ റോബിൻസിന്ന് ഐസ്ക്രീമും വാങ്ങി. എന്നിട്ടാട്ടോ സിനിമ കാണാൻ പോയത്. ഞാൻ എടുത്തത് ബ്ലൂബെറി ചീസ് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൂവി കണ്ടതിന് ശേഷം നമ്മൾ മാളിൽ തന്നെ ഫുഡ് കഴിച്ചു. അതിനുശേഷം ഇതാ നമ്മളൊരു ഷോപ്പിൽ കയറി ഇമ്മച്ചിക്ക് കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഡേ 3ലാണ് കേട്ടോ നമുക്ക് മേക്കപ്പ് വർക്ക് ഉള്ളത്. ഇങ്ങനെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള ബിഹൈൻഡ് ദ സീൻസ്. ഇന്ന് എനിക്കും കൂടി 3 പേരെ ചെയ്യാണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ്. ലാസ്റ്റ് ആയപ്പോഴേക്കും തിരക്ക് കാരണം എനിക്ക് ഫൈനൽ ലുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ വർക്ക് കഴിഞ്ഞ് ഇത്തും ചീച്ചൊക്കെ ഫോട്ടോ എടുക്കാണ് ബ്രൈഡിന്റെ. അങ്ങനെ ഇതാ നാട്ടിലേക്ക് പോകുന്ന വഴി ഒരു ചായയും കുടിച്ചു. രാത്രി ആയപ്പോ ഇതാ ഒരു പഞ്ചാബി ധാബയിൽ കയറിയിട്ടാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.